കണ്ടിട്ടുണ്ട്. പക്ഷേ ഓൾറെഡി ഇറങ്ങിയ ഒരു സിനിമയിൽ ഇങ്ങനൊരു സാധനം ചെയ്യാന്ന് പറഞ്ഞാൽ ചെറിയൊരു കാര്യമല്ല. ഇത് നല്ല എഫേർട്ട് വേണം, നല്ല റിസർച്ച് വേണം. എത്രത്തോളം ടഫായിരുന്നു ഇങ്ങനെ സബ്ജക്ട് ചെയ്യുന്ന സമയത്ത്? അത് തന്നെയാണ് ഈ സിനിമ ഇത്രയും ഡിലേ ആവാനുള്ള കാരണം. ഇത് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട് പ്രീസ്റ്റ് കഴിഞ്ഞിട്ട് എന്തുകൊണ്ട് 4 വർഷം എന്നുള്ളത് ചോദിച്ചിട്ടുണ്ട്. ഏകദേശം പ്രീസ്റ്റ് റിലീസായി 21 കഴിഞ്ഞ് 4 വർഷം കഴിഞ്ഞിട്ടാണ് എൻ്റെ അടുത്ത സിനിമ റിലീസാവുന്നത്. അപ്പോൾ ഈ സിനിമയ്ക്ക് ബുദ്ധിമുട്ടാണ് ഈ സിനിമ ചെയ്തെടുക്കാൻ എന്നുള്ളത്. സിനിമ കാണുന്ന പ്രേക്ഷകർക്ക് എത്രത്തോളം അതിൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലാവുമെന്ന് എനിക്കറിയില്ല. പക്ഷേ ഈ സിനിമയുടെ ഒരു ക്ലറിക്കൽ ജോബ് എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. അത് ചെയ്തെടുക്കാൻ കുറച്ച് സമയമെടുത്തു. ശേഷം നിഷ്കരണയ്ക്ക് ശേഷം അമേരിക്കയ്ക്ക് ശേഷം വീണ്ടും ഇതിലേക്ക് ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ കരിയറിൽ ഏറ്റവും നല്ലൊരു പീരീഡിനോടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരുപാട് സന്തോഷം തന്നെ. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം എല്ലാവർക്കും ഇങ്ങനൊരു നല്ല സമയവും മോശം സമയവും വരും. അപ്പോൾ എനിക്ക് തോന്നുന്നൊരു വലിയ മോശം സമയത്തിന് ശേഷം വരുന്നൊരു നല്ല സമയം ആയതുകൊണ്ട് ഇരട്ടി സന്തോഷം തന്നെയുണ്ട്. ഇതിങ്ങനെ കണ്ടിന്യൂ ചെയ്യണമെന്നാണ് ആഗ്രഹം. ഈ സ്ക്രിപ്റ്റ് സെലക്ഷൻ വേറെ ആളെ നിർത്തിയിട്ടുണ്ടോ? ഇല്ല, ഇത്രയും സമയം സെലക്ട് ചെയ്ത് അങ്ങനെ ഒരാളുണ്ടെങ്കിൽ എന്ത് ചെയ്ത് ആരെ കൊത്തിക്കൊണ്ടുപോകാൻ എത്ര പേര് വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഇത്രയും നാളത്തെ എക്സ്പീരിയൻസസ് തന്നെ ഉണ്ടായ കുറെ മാറ്റങ്ങളാണ്. ഇപ്പോഴും സ്ക്രിപ്റ്റ് സെലക്ട് ചെയ്യുന്നത് ഞാനാണ്, പക്ഷെ മൊത്തത്തിൽ ഒരടുക്കും ചിട്ടയും വന്നിട്ടുണ്ട്. അതിന്റെ വ്യത്യാസങ്ങളായിരിക്കും. തുടരാൻ തന്നെയാണ് എന്റെ ആഗ്രഹം. നോക്കാം. കഴിഞ്ഞിറങ്ങി പുറത്തേക്ക് വരുമ്പോ ഞാൻ പറഞ്ഞു, ഒരുപാട് നല്ല മൊമെന്റ്സ് തിയേറ്ററിൽ ഞങ്ങൾക്ക് ഫീൽ ചെയ്തു. പല സ്ഥലങ്ങളിലും പല രീതിയിൽ ഗംഭീരമായ ഇമോഷൻസ് വരുന്ന സമയത്തൊക്കെ ഉള്ള കയ്യടികളെ പറ്റിയിട്ടൊക്കെ പറഞ്ഞു. അപ്പോൾ തിരിച്ചു വന്നത് കൺഗ്രാജുലേഷൻസ് ഫ്രം മമ്മൂട്ടി ചേട്ടൻ എന്നായിരുന്നു. സിനിമ കാണുമ്പോൾ മനസ്സിലാവും. എനിക്കും അതേപോലെ ഒരു മെസ്സേജ് ഞാൻ അയച്ച ഒരു താങ്ക് യു മെസ്സേജ് റിപ്ലൈ ആയിട്ട് സെയിം മെസ്സേജ് എനിക്ക് വന്നു. എന്തൊരു അപ്ഡേറ്റഡ് ആണെന്ന് ആലോചിക്കാം അദ്ദേഹം. എനിക്കിതിൽ സിനിമ കണ്ടവർക്കറിയാം, ഇതിൽ മമ്മൂക്കയുടെ സമ്മതമില്ലാതെ സിനിമ ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഞാൻ അതിനൊക്കെ ഇതിൽ സബ്ജക്ട് പറഞ്ഞപ്പോൾ മമ്മൂക്കയോട് സംസാരിച്ച് നോക്കാം എന്നുള്ള പറഞ്ഞിട്ടുണ്ടായിരുന്നു. മമ്മൂക്കയുടെ പറഞ്ഞ സമയത്ത് ചെയ്തോ എന്ന് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ ഒരു പോയിന്റിൽ ഞാൻ വെച്ചിട്ടുണ്ടായിരുന്ന ഒരു എപ്പിസോഡ് ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് പറഞ്ഞത് അതിനേക്കാൾ നല്ലത് ശരിക്കും ഉണ്ടായ സംഭവമുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് കാര്യം പറഞ്ഞു തന്നത്. അതാണ് ആ സിനിമയുടെ ഒരു പോയിന്റിൽ വരുന്നത്. അത് ശരിക്കും നടന്ന സംഭവമാണ്. അത് സിനിമ കാണുന്നവർക്ക് മനസ്സിലാകുന്നതാണ്. ഇപ്പോഴും ഞങ്ങൾ അതേ നിലയിൽ തന്നെയാണുള്ളത്. 2025 തുടങ്ങി ആദ്യത്തെ സിനിമ ഇറങ്ങി, നാളെ ഇനി അടുത്ത ചിത്രം ഇറങ്ങാൻ പോകുന്നു. എനിക്കൊരു ലക്കായിരുന്നു പറഞ്ഞു. ലക്കി സ്റ്റാർ തന്നെ വിളിക്കാല്ലേ? ലക്കൊന്നല്ല, ഞാൻ വർക്ക് ചെയ്യുന്നുണ്ട്. അത് ലക്കുണ്ടോന്നല്ല, ഞാൻ വർക്കിംഗ് ഫോർ. എങ്ങനെയുണ്ടായിരുന്നു നിങ്ങളുടെ സബ്ജക്ട് കേൾക്കുന്ന സമയത്ത്? സബ്ജക്റ്റ് കേട്ട് കഴിഞ്ഞ് എനിക്ക് പടം കണ്ടപ്പോഴായാലും എനിക്ക് ഒരുപാട് സന്തോഷം തോന്നിയതാണ്. ഈ ക്യാരക്ടർ എൻ്റെ അടുത്ത് എത്തി, അല്ലെങ്കിൽ ഈ ടീമിന് ആ ഒരു ക്യാരക്ടറിലേക്ക് എൻ്റെ മുഖം വന്നു എന്നുള്ളത് എനിക്ക് ആലോചിക്കും ഒരുപാട് സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ്. ഇപ്പം സിനിമ ഇറങ്ങി റിവ്യൂസ് ഒക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. പോസിറ്റീവ് റിവ്യൂസ് ഒക്കെ കേൾക്കുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. അപ്പോൾ അതെ, അങ്ങനെ ഒരു ക്യാരക്ടർ, ഈ പടത്തിലെ ക്യാരക്ടർ എന്നെ തേടി എത്തിയത് ഇപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ഈ ക്യാരക്ടറിൽ കാണിച്ചിരിക്കുന്ന ഒരുപാട് ഡയലോഗ് ഉണ്ട്. ആ ഡയലോഗൊക്കെ ഇതേപോലെ ഞാൻ